ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വിജയം. ദക്ഷിണാഫ്രിക്കയാണ് ആ വിജയം നേടിയെടുത്തത്, അതും ദക്ഷിണ കൊറിയക്കെതിരെ. ഈ ലോകകപ്പ് കളി കണ്ട എല്ലാവർക്കും, ദക്ഷിണ കൊറിയയുടെ കളി പ്രത്യേകിച്ച് കണ്ട എല്ലാവർക്കും അതൊരു വലിയ അത്ഭുതമായി തോന്നുന്നുണ്ടാവും. ദക്ഷിണാഫ്രിക്ക എങ്ങനെയാണ് ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചതെന്ന്. കാരണം അത്ര വേഗതയും ഫിനിഷിങ്ങുമുള്ള ഒരു കളിയാണ് ദക്ഷിണ കൊറിയയുടേത്. എന്നിട്ടും ദക്ഷിണ കൊറിയ മറികടന്നു എന്ന് പറയുന്നിടത്ത് അതിഗംഭീരമായിട്ട് ദക്ഷിണാഫ്രിക്ക കളിച്ചു. അവർ ആഗ്രഹിച്ച റിസൾട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം. ഒരൊറ്റ ഗോളിനാണ് ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചത്. അതും രണ്ടാം പകുതിയിലാണ് ആ ഗോൾ വീണത്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഒരു വിടാതെ പരസ്പരം ചെറുത്തു നിന്നു, പ്രതിരോധ കോട്ട കെട്ടി. എന്തായാലും രണ്ടാമത്തെ പകുതിയുടെ 63-ാമത്തെ മിനിറ്റിൽ മസേക്കോ ആണ് ദക്ഷിണാഫ്രിക്കയെ മുന്നിലെത്തിച്ചത്. അതിനുശേഷം ദക്ഷിണ കൊറിയ പ്രസ്സിംഗ് ഗെയിം ഭയങ്കര വേഗതയിലും അറ്റാക്കിംഗ് തന്നെയായിരുന്നു. പക്ഷേ ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധത്തിൽ തട്ടി അതെല്ലാം നിഷ്പ്രഭമായി. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ ഗോളടിക്കാൻ ദക്ഷിണ കൊറിയയ്ക്ക് കഴിഞ്ഞില്ല എന്നത് അത്ഭുതകരമായി തോന്നുന്നുണ്ടാവും. കാരണം ദക്ഷിണ കൊറിയയുടെ ആ അതിവേഗ കളി, പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രീസിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും കളിക്കുന്ന ഒരു കളി വേറിട്ടൊരു കളിയാണ്. വേഗത്തിൽ പാഞ്ഞടുക്കുന്ന ആക്രമിക്കുന്ന രണ്ട് ടീമുകളാണ് ജപ്പാനും ദക്ഷിണ കൊറിയ. ആ ദക്ഷിണ കൊറിയ ദക്ഷിണാഫ്രിക്കയോട് തോറ്റു എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ട് തോന്നുന്നുണ്ടാകാം. എന്തായാലും തോറ്റു. ഇതോടെ ദക്ഷിണാഫ്രിക്ക അടുത്ത സ്റ്റേജിലേക്ക്, നോക്കൗട്ടിലേക്ക് കടന്നു. ദക്ഷിണ കൊറിയയുടെ കാര്യം ഇപ്പോഴും പറയാറായിട്ടില്ല. കാരണം ഏറ്റവും മികച്ച ഇനി ദക്ഷിണ കൊറിയയ്ക്ക് സാധ്യത ലോകകപ്പിലെ ഏറ്റവും മികച്ച 8 ടീമുകൾ, ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 8 ടീമുകളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ കടക്കാൻ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉറപ്പുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ.